ഇപ്പോൾ കിട്ടിയ ദുഃഖകരമായ ഒരു വാർത്തയിലേക്ക്. കോന്നി ആനക്കൂട്ടിലെ കോൺക്രീറ്റ് തൂൺ ഇളകി വീണ് 4 വയസ്സുകാരൻ മരിച്ചു. പത്തനംതിട്ട കടമ്പനാട് സ്വദേശി അഭിരാമാണ് മരിച്ചത്. മാതാപിതാക്കളോടൊപ്പം ആനക്കൂട് കാണാനെത്തിയപ്പോഴായിരുന്നു അപകടം. വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുന്നു. ശശി, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? അശ്വതി, അല്പസമയം മുമ്പാണ് കോന്നി ആനക്കൂട്ടില് ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നത്. പത്തനംതിട്ട കടമ്പനാട് സ്വദേശികളുടെ മകനായ അഭിരാമാണ് മരിച്ചത്. അതായത് ആനക്കൂട്ടിലെത്തിയതിനു ശേഷം ഇവർ വേലിക്കലിനോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്താണ് ഈ വേലിക്കൽ കുട്ടി അതിൽ പിടിക്കുകയും അത് ഇളകി ദേഹത്ത് വീഴുകയും ചെയ്തു. ഉടൻ തന്നെ പത്തനംതിട്ടയിലെ കോന്നിയിലെ താലൂക്ക് ആശുപത്രിയിലെത്തിക്കും. തുടർന്ന് പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു. എന്തായാലും വലിയ ദുഃഖകരമായ വാർത്ത തന്നെയാണ്. 4 വയസ്സേ ഉള്ളൂ അഭിരാം എന്ന് പറയുന്ന ആൺകുട്ടിയാണ് മരിച്ചത്. എന്തായാലും ഈ വേലിക്കല്ലിന് കൃത്യമായ ഒരു സുരക്ഷിത സ്ഥാനമാണ്. മഴ ആയതുകൊണ്ട് ഈ കല്ല് സ്ഥാപിച്ചിരിക്കുന്ന മണ്ണൊക്കെ ഒഴുകിപ്പോയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബലം ഇല്ല എന്നുള്ള കാര്യം ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഈ കോൺക്രീറ്റ് കല്ലാണ് ഇട്ട് ഉറപ്പിച്ചിങ്ങനെ ആനക്കൊണ്ടോട്ടിരിക്കുന്ന സുരക്ഷിത വേലിയൊക്കെ തീർത്തുള്ളത്. അത് ആ കല്ലിൽ കുട്ടി ഇങ്ങനെ പിടിച്ച് കളിക്കുന്നിടയിൽ ഇത് മറിഞ്ഞ് ദേഹത്ത് വീണെന്നാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത്. എന്തായാലും ആ കുട്ടി ഉടൻ തന്നെ കോന്നിയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അതിനുശേഷമാണ് പിന്നീട് പത്തനംതിട്ട കൊണ്ടുപോയില്ലെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും കുട്ടി അല്പസമയം മുമ്പ് മരിച്ചിരിക്കുന്നു. അങ്ങനെ ദുഃഖ വാർത്ത കൂടിയുണ്ട്. അപ്പൊ എന്തായാലും അതിനു ശേഷം ആനക്കൂട്ടിലെ സഞ്ചാരികളെല്ലാം പുറത്തിറക്കിയതിനു ശേഷം ആനക്കൂട് താൽക്കാലികമായി അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അശ്വതി, ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് ശശി നമുക്ക് പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവയ്ക്കുന്നത്. കോൺക്രീറ്റ് തൂണ് താഴെ ഇളകി കിടക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും ശശി പറഞ്ഞതുപോലെ ആ തൂണ് മഴയത്ത് മണ്ണൊലിച്ചു പോയതാകാം അതിന്റെ ചോട്ടിൽ നിന്ന് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ കുഞ്ഞിന്റെ അടുത്ത് ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അശ്വതി, കുഞ്ഞ് 4 വയസ്സുള്ള കുട്ടിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയും വരുന്ന സമയത്ത് അങ്ങോട്ട് കുട്ടിയൊക്കെ മുന്നോട്ട് നടന്നു പോവുകയാണ്. അവിടെ ചെന്ന് തൂണിൽ പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അത്തരത്തിലൊരു പിടിച്ച സമയത്താണ് ഇത് ഇളകി ദേഹത്തേക്ക് വീണത്. അതിന്റെ അടിയിലും മണ്ണ് ഇല്ലാത്ത മണ്ണ് ഈ മഴ പെയ്തുകൊണ്ട് തന്നെ ബലമില്ലാത്ത രീതിയിൽ ചുവട്ടിലെ മണ്ണ് ഈ കോൺക്രീറ്റ് കൊണ്ട് ഒഴുകിപ്പോയൊരു സാഹചര്യമുണ്ട്, ഇളകിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബലമില്ലാത്ത കുട്ടി ഇതിനകത്ത് പിടിക്കുമ്പോൾ തന്നെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ വയ്യാത്തൊരു സാഹചര്യമുണ്ട്. വനവകുപ്പ് അധികൃതരൊക്കെ ഉടൻ തന്നെ സ്ഥലത്തെത്തി പെട്ടെന്ന് തന്നെ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ എന്തായാലും കുട്ടി അല്പസമയം മുമ്പ് മരിച്ചിരിക്കുന്നു. പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് കുട്ടിയെ കൊണ്ടുപോയത്. അവിടെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമവും നടന്നെങ്കിലും അല്പം മുമ്പ് മരിച്ച് കുട്ടി മരണപ്പെടുകയുണ്ടായത്. എന്തായാലും പത്തനംതിട്ട കടമ്പനാട് സ്വദേശികളാണ്. ഈ ആനക്കൂട്ടിലേക്ക് വരുന്ന കുട്ടികളും അതുപോലെ രക്ഷിതാക്കളടക്കമുള്ള നിരവധി പേര് വരുന്നുണ്ട്. അവിടെ സുരക്ഷിത സംവിധാനങ്ങളൊക്കെ വനംവകുപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ഇല്ലാതായി പോയി എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ഇത്തരം ഒരു വേലിക്കല്ലുകൾ അവിടെ സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായി അതിന്റെ ചുവട്ടിലെ സുരക്ഷിതത്വവും കാര്യങ്ങളൊക്കെ ഉറപ്പാക്കേണ്ടതാണ്. മണ്ണ് ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ മണ്ണ് ഈ വേലിക്കല്ലിന്റെ അടിയിലെ ഭാഗത്തു നിന്നും ഒലിച്ചു പോയ സാഹചര്യമുണ്ട്. അത് തൊട്ടുടനെ തന്നെ ദേഹത്തേക്ക് മറിഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു കുട്ടി ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്നത്. ഉടൻ തന്നെ സഞ്ചാരികളെ പുറത്ത് ഇറക്കുകയും അതിനോട് താൽക്കാലികമായി അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അശ്വതി, ശരി ശശി, എന്തായാലും ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അതുപോലെയുള്ള അനേകം തൂണുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ചുവട്ടിലെ മണ്ണ് പോയതായിരിക്കാം ഈ അപകടത്തിന് ഇപ്പോൾ കാരണമെന്നാണ് ആദ്യത്തെ ഒരു നിഗമനം വന്നിരിക്കുന്നത്. എന്തായാലും ദാരുണമായൊരു സംഭവമാണ്. ആനക്കൂട്ടിലെ കോൺക്രീറ്റ് തൂൺ ഇളകി വീണ് 4 വയസ്സുകാരൻ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള. പത്തനംതിട്ട കടമ്പനാട് സ്വദേശി അഭിരാമാണ് മരിച്ചത്. മാതാപിതാക്കളോടൊപ്പം ആനക്കൂട് കാണാനെത്തിയപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്.